വൈത്തിരി പഞ്ചായത്തിലെ വാർഡിൽ വോട്ട് ചോദിച്ചെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ LDF പ്രവർത്തകർ തടഞ്ഞു. വൈത്തിരി 7ാം വാർഡ് സ്ഥാനാർത്ഥി ശൈലജ മുരുകേശനെയാണ് തടഞ്ഞത്. വിപ്ലവ ഭൂമിയിൽ കയറ്റില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും UDF വയനാട്ടിൽ പുറത്തുവിട്ടു. പറയൂ, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂല. ഞങ്ങൾ ഓരോ വീടുകളിലും കയറണ്ട. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. വൈത്തിരി 7ാം വാർഡിലെ തൈലക്കുന്നിലെ മിച്ചഭൂമിയിൽ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിയെയാണ് തടഞ്ഞത്. ഇത് വിപ്ലവത്തിന്റെ മണ്ണാണെന്നും ഇവിടെ വോട്ട് ചോദിച്ചു കയറിനിറങ്ങാൻ പറ്റില്ലെന്നുമായിരുന്നു ഭീഷണി. ഈ സമരഭൂമിയിൽ ഇത് നടക്കില്ലെന്നും ഇവിടെ അങ്ങോട്ട് ഒറ്റ വീട്ടിലും കയറ്റില്ലെന്നും CPIM പ്രവർത്തകർ പറയുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യം UDF പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. കുറഞ്ഞ വീടുകൾ ഞങ്ങൾ കയറി, പിന്നെ രാത്രിയായി, വളരെ ഇരുട്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് നിർത്തി വരാൻ വേണ്ടി നിന്നപ്പോൾ ഒരു രാമചന്ദ്ര എന്ന് പറഞ്ഞ ഒരാളും 2 പേരും കൂടെ ബാക്കിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ ഉന്തി മുന്നോട്ടേക്ക് വന്നിട്ട് തടഞ്ഞു. പിന്നെ നിങ്ങൾ UDFന്റെ പ്രവർത്തകർ ഇവിടെ വോട്ട് ചോദിക്കാൻ പാടില്ല, ഇവിടെ കിടന്ന് നിരങ്ങാൻ പാടില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. CPI പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞതെന്നാണ് ആരോപണം. സമരഭൂമി എന്നാണ് അവർ പറയുന്നത്, നമ്മളെ കാര്യമല്ല. അവർ പറയുന്നത് ഞങ്ങളെ സമരഭൂമി എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങളെ തടയും, ഭീഷണിപ്പെടുത്തുകയും തന്നെ ചെയ്തു. ഇനി ഇവിടുന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊരു ഭീഷണിയുടെ സ്വരം തന്നെ ആയിരുന്നു. ഞങ്ങൾ സ്ത്രീകളെ നേരെയുള്ള ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംഭവത്തിൽ വൈത്തിരി പോലീസിലും റിട്ടേണിംഗ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകാനാണ് നീക്കം. വോട്ട് അഭ്യർത്ഥന തുടരുമെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, വയനാട്.